نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ അഅ്മാലു സ്വാലിഹാത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ലോകത്ത് പല കാരണങ്ങളാലും വിശ്വാസികൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാചകന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസരംഗത്തും ആദർശരംഗത്തും കർമ്മപരമായ മേഖലകളിലും ആരാണോ അവന് മാതൃകയായി കഴിഞ്ഞു പോയത്, അത്തരം ആളുകളെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗങ്ങളുടെ പേരിൽ അവരെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് കടന്നു വരാനുള്ളത് ആ മാതൃകാ പുരുഷന്റെ ത്യാഗോജനമായ ജീവിത സ്മരണകൾ ഓർക്കേണ്ട നാളുകളാണ്. നോക്കൂ, അബുൽ അംബിയാ, പ്രവാചകന്മാരുടെ പിതാവെന്നും ഖലീലുള്ള അല്ലാഹുവിന്റെ കൂട്ടുകാരനെന്നും അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു മുസ്ലിം അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഓർക്കാത്ത സമയങ്ങളില്ല. ഉദാഹരണത്തിന് 5 നേര നമസ്കാരങ്ങളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ നന്മ നൽകിയതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ നന്മ നൽകണേ എന്ന് നമ്മൾ സ്വലാത്തിലൂടെ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ പ്രവാചകനും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണേ എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നന്മയെക്കുറിച്ചും ബർക്കത്തിനെ കുറിച്ചും സ്വലാത്തിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ നന്മയും ബർക്കത്തും ഇബ്രാഹിം നബിക്ക് അല്ലാഹു നൽകിയത് തൗഹീദ് പ്രബോധനം ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചതുകൊണ്ടുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖലീലുള്ള അല്ലാഹുവിന്റെ കൂട്ടുകാരനെന്ന് അല്ലാഹു ഒരാളെ വിശേഷിപ്പിക്കണമെങ്കിൽ ആ പ്രവാചകനെ കുറിച്ചും പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചും ശരിക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അറിയണം. അതല്ലാതെ ആ പ്രവാചകന് നന്മയും ബർക്കത്തും ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകണേ എന്ന് ഒരിക്കലും അല്ലാഹു വെറുതെ പറയൂല. അത്രക്കും ത്യാഗങ്ങൾ അനുഭവിച്ച, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ, യാതനകളും വേദനകളും സഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോ വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ പൂജകനുമായ തന്റെ പിതാവ് ആസറിനോട് ആദ്യം തൗഹീദ് വിളംബരം ചെയ്യാം. പ്രബോധനത്തിന്റെ തുടക്കം നമ്മുടെ വീടുകളിലായിരിക്കണം. ബാപ്പാക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കൾ വലാലത്തിലായ വീടുകളുണ്ട്. വിശുദ്ധ ഖുർആൻ മനസ്സിലായ ബാപ്പയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാകാത്ത മകൻ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർ, അയൽക്കാർ, നാട്ടുകാർ, ബന്ധുമിത്രാദികൾ എത്ര പേർക്ക് ഹിദായത്ത് ലഭിക്കാത്തതുണ്ട്? നമ്മൾ വിചാരിക്കും നമുക്ക് ഹിദായത്തുണ്ട്, അല്ലാഹുവിന്റെ തൗഫീഖ് കാരണം എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്നാണ് തൗഹീദ് പ്രബോധനം ആരംഭിക്കേണ്ടത്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പരിശോധിക്കുമ്പോ സ്വന്തം പിതാവ് ആസറിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന ദഅവത്തുണ്ട്.
അതിന്ന് ഹിദായത്ത് ലഭിക്കാത്ത ഒരു മകനോട് ബാപ്പ നടത്തേണ്ടതാണ്. ഹിദായത്ത് ലഭിക്കാത്ത ബാപ്പയോട് മകൻ നടത്തേണ്ട ദഅവത്താണ്. ഇത് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലയോ പിതാവേ, കാണാത്ത കേൾക്കാത്ത താങ്കൾക്ക് ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങൾ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഡയറക്റ്റ് തൗഹീദ് എന്ന് പറയാം. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ മാ ലം യഅതിക ഫത്തബിഅനി യഹ്ദിക സിറാതൻ സവിയ്യാ. പിതാവേ, താങ്കൾക്ക് വന്നെത്താത്ത ഒരു അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. ഞാൻ നബിയാണ്, പ്രവാചകനാണ്. എനിക്ക് അല്ലാഹുവിന്റെ ദഅവത്ത്, അല്ലാഹുവിന്റെ വഹയിലൂടെ ഞാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ താങ്കൾക്ക് പറഞ്ഞു തരാം. താങ്കൾക്ക് കിട്ടാത്ത ഒരു അറിവ് എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി, എന്നെ താങ്കൾ പിൻപറ്റണേ. അഹ്ദിക സിറാതൻ സവിയ്യാ, ഞാൻ ശരിയായ മാർഗത്തിലേക്ക് താങ്കൾ വഴി നടത്തിക്കൊള്ളാം. വീണ്ടും അദ്ദേഹം പിതാവിനോട് പറയുന്നുണ്ട്, യാ അബതി ലാ തഅബുദി ശൈത്താൻ, പിശാചിനെ താങ്കൾ ആരാധിക്കരുത്. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യാ, പിശാച് എന്ന് പറയുന്നത് അല്ലാഹുവിനെ പരമകാരുണ്യകനെ ധിക്കരിച്ചവനാണ്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ, അല്ലാഹുവിന്റെ ശിക്ഷ താങ്കളിലേക്ക് വരുമെന്ന് പിതാവേ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഫതകൂന ലിശ്ശൈത്താനി വലിയ്യാ, താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നു. ഇത് ആരോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്? സ്വന്തം പിതാവിനോട്. വിഗ്രഹത്തെ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പിതാവിനോട് പറയാണ്, കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങളെ താങ്കൾ എന്തിനാരാധിക്കണം? അതെല്ലാം തച്ചുടച്ചു. ആ സമയത്ത് ആസർ പറയുന്നുണ്ട്, അറാദിഖുൻ അൻത അൻ ആലിയതി യാ ഇബ്രാഹിം, എന്റെ വിഗ്രഹങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഖ്തുർനി മലിയ, ഇതിൽ നിന്ന് നീ വിരമിച്ചിട്ടില്ല എങ്കിൽ, തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഈ പരിപാടി നീ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞാട്ടും എന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കും, നാടുകടത്തുമെന്ന് പിതാവിന്റെ ഭീഷണി വരിക. ഇതൊക്കെ എന്തിനു വരില്ലെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ആദർശം പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഖാല സലാമുൻ അലൈക്, അങ്ങനൊക്കെ പറഞ്ഞ പിതാവിനെ എതിർത്ത് ശകാരിച്ചില്ല, താങ്കൾക്ക് സമാധാനം. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബ് താങ്കൾക്ക് പുറത്തു തരട്ടെ എന്ന മാന്യമായ വാക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരോട് പറഞ്ഞത്? ആസറിനോട് പറഞ്ഞത്. നമുക്കറിയാം, ആ ആസറിനെ നാളെ പരലോകത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടുമുട്ടുന്ന രംഗം പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് പറയും, അലം അഖുൽ ലക ലാ തുഅ്സിനി, ഞാൻ പറഞ്ഞില്ല പിതാവേ എന്നെ ധിക്കരിക്കരുതെന്ന്. താങ്കൾക്ക് വന്നിട്ടില്ലാത്തൊരു അറിവ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് ഞാൻ വഴി നടത്താമെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്തുകൊണ്ട് എന്നെ അനുസരിച്ചില്ല? അപ്പൊ ആസർ പറയും, അൽയൗമ ലാ അഅ്സിക, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കില്ല ഇബ്രാഹിം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, റബ്ബേ, പരലോകത്ത് വെച്ച് എന്നെ നീ പരിഹസിക്കരുത്, എന്നെ നീ അപമാനിക്കരുതെന്ന് എനിക്ക് വാക്ക് നൽകിയിരുന്നില്ലേ? യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമി യുബ്അസൂൻ വഅയ്യു ഖിസിൻ ഖസാ മിൻ ബിൽ അബ്അദ്, എൻ്റെ പിതാവിന് ഈ ഗതി വരുന്നത് ഏറ്റവും വലിയ അപമാനമല്ല റബ്ബേ, എൻ്റെ പിതാവിന് ഈ ഗതി വരുന്നത് ഏറ്റവും വലിയ അപമാനമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനോട് പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ,
കാഫിരീങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് നരകത്തിലേക്ക് ആസറിനെ തള്ളിവിടും. സ്വന്തം പിതാവിനെ മകന്റെ മുന്നിൽ വെച്ച് നരകത്തിലേക്ക് തള്ളിയില്ല. അവിടെ വെച്ച് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇവിടെ വെച്ച് ഒരുപാട് തൗഹീദ് പറഞ്ഞു, ആസർ ഉൾക്കൊണ്ടില്ല. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. وإبراهيم إذ قال لقومه اعبدوا الله واتقوه. നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തം സമൂഹത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് വിളംബരം ചെയ്യുകയാണ്. هذه الأصنام التي عبدتم لا يسمع ولا يبصر ولا يغني عنكم شيئا. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അവർക്ക് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ തൗഹീദ് സ്വന്തം സമൂഹത്തോട് പറയാൻ തുടങ്ങിയപ്പോ ആളുകൾക്കൊക്കെ വെറുപ്പ് തോന്നി, അവർക്കൊക്കെ പ്രയാസം സൃഷ്ടിച്ചു. അങ്ങനെ നമുക്കറിയാം, നമ്രൂദ് മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം തീരെ എറിയപ്പെടാൻ ആജ്ഞാപിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, ആളുകളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണം വിറക് വരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കത്തിക്കാൻ നേർച്ചയാക്കിയിരുന്നു. ആ തീകുണ്ടാരത്തിന്റെ ചൂട് കാരണം അമ്പിൽ കോർത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിയുന്നത്. ആ സമയത്ത് മലായികത്തിന്റെ സഹായം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുണ്ടല്ലോ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു വാക്കാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ ആ റബ്ബാണ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ആ വിശ്വാസമുണ്ടല്ലോ. ഇപ്പൊ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? തൗഹീദ് പ്രബോധനം ചെയ്തു, തീകുണ്ടാരത്തിലേക്ക് എറിയാൻ നിൽക്കുക, നമ്മളതിൽ നിന്ന് മടങ്ങിപ്പോരും. യഥാർത്ഥ തൗഹീദും ഇസ്തിഖാമത്തും ഇല്ലാത്ത ആളുകൾ, അടിയുറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ മടങ്ങിപ്പോരും. പക്ഷേ ഞാൻ എന്റെ റബ്ബിൽ ബലമേൽപ്പിച്ചാൽ ഈ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷിക്കാൻ അവനെ മാത്രം മതി എന്ന അടിയുറച്ച വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. ആ വിശ്വാസം പതറിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തണുപ്പും സമാധാനവും കൊടുക്കണേ എന്ന് അല്ലാഹു ദീനോട് കൽപ്പിക്കുകയാണ്. അത് അല്ലാഹുവിൽ ബലമേൽപ്പിച്ചത് കൊണ്ടല്ലേ. ഇന്ന് നോക്കൂ, ഒരു പ്രയാസവും പ്രതിസന്ധിയും വന്നു കഴിഞ്ഞാൽ ആളുകൾ ബലമേൽപ്പിക്കുന്നത് അല്ലാഹുവില്ല, മന്ത്രിച്ചൂതിയ ചെരടില, ഏലസില, തമീമത്തില, അതുപോലെ തന്നെ പച്ചവിപ്പണില. ഒരു വാഹനം വാങ്ങുമ്പോ അതിൽ എഴുതിയിട്ടുണ്ടാവും, ഞാൻ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആ വാഹനത്തിന്റെ താഴ്ഭാഗത്തിൽ റിബൺ ഉണ്ടാകും, മന്ത്രിച്ചൂതിയ റിബൺ. എന്തിനാ? അതിനാണ് ബലമേൽപ്പിക്കുന്നത് അവർ. കളങ്കമായ വിശ്വാസം, അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ടുള്ള വിശ്വാസം. ഈ റിബൺ, മന്ത്രിച്ചൂതിയ റിബൺ എന്റെ വാഹനത്തിൽ കെട്ടിയാൽ എന്റെ വാഹനം അപകടത്തിൽ പെടില്ല, ഞാൻ മരണപ്പെടുകയില്ല, പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മന്ത്രിച്ചൂതിയ ചെറുടാണെങ്കിലും മേലസാണെങ്കിലും എന്റെ അരയിലും കഴുത്തിലും കയ്യിലും കെട്ടിയാൽ എനിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, അസുഖമുണ്ടാവുകയില്ല, മരണങ്ങൾ സംഭവിക്കുകയില്ല കുടുംബത്തിൽ എന്നുള്ള വിശ്വാസപ്രകാരം. ഏറ്റവും വലിയ പാപമല്ലേ ശിർക്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാചകമാണ് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്, ആളുകളെ പഠിപ്പിക്കേണ്ടത്. എന്താ? ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അവിടെ അദ്ദേഹം ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണത്തിന് മേൽ അദ്ദേഹം പ്രാർത്ഥനകൾ കൊണ്ട് തളർന്നുപോയില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹു എനിക്ക് നല്ല സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളോ 5-10 വർഷമായി കുട്ടികളില്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക്, ദർഗകളിലേക്കും മഖബറകളിലേക്കും ജാറങ്ങളിലേക്കും ഒക്കെ പോവുക. അവിടെ പോയി നേർച്ച വഴിപാടുകൾ ചെയ്യുകയാണ്, അവിടെ പോയി സുജൂദ് ചെയ്യുകയാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും പ്രവാചകനിൽ ആ ഇബ്രാഹിം ബലമേൽപ്പിച്ചോ?
അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചോ? ഇല്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സ്വന്തം റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചു. 90 വയസ്സിന് ശേഷം അല്ലാഹു സന്താനത്തെ കൊടുത്തൊറിയില്ല. നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സബർഗതിയിൽ ഏർപ്പെട്ടപ്പോ അവർ ശിക്ഷിക്കാൻ പോകുന്ന 2 മലക്കുകൾ മനുഷ്യവേഷത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വരികയാണ്. സന്തോഷ വാർത്ത അറിയിച്ചു. فأوجس منهم خيفة قالوا لا تخف وبشروا بغلام عليم. യതീമാനായ ഒരു കുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് മലായികത്തുകളോട് അല്ലാഹു പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കിളവനായ എനിക്ക് കുട്ടി ഉണ്ടാകുകയെ ഈ ഒരു പ്രായത്തിൽ എത്ര കാലം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? സാധാരണ ഒരു കല്യാണം കഴിഞ്ഞാൽ 18 വയസ്സായ ഒരു പെൺകുട്ടി, 20-22 വയസ്സായ ഒരു ആൺകുട്ടി, ആ ഒരു പ്രായത്തിൽ എങ്ങനെയായാലും കുട്ടികൾ ഉണ്ടാവും. പ്രാർത്ഥിച്ച് 30-40 ആയ ആളുകൾ എന്താ പറയുക, കുട്ടി ഉണ്ടാവില്ല, ചികിത്സ ചെയ്ത് പ്രയോജനമില്ല. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ 80-90-60-70 വയസ്സ് വരെ പ്രാർത്ഥിച്ച് റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പ്രചോദനം ഉണ്ടാക്കിയത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന വാചകമാണ്. ആ തവക്കുലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രതീക്ഷ നൽകിയത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടി ഉണ്ടായതിനു ശേഷം വീണ്ടും പരീക്ഷണം വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും കൂട്ടി ഒരു വാദിയിലേക്ക്, താഴ്വരയിലേക്ക് കൊണ്ടാക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ഇന്ന് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കറിയാം, നാടും വീടും മക്കളെയും ഭാര്യയെയും പിതാവിനെയും മാതാവിനെയും വിട്ടുപോകുന്ന വിരഹത്തിന്റെ വേദന, പ്രവാസത്തിന്റെ വേദന അറിയാം. നമ്മൾ ആരെങ്കിലും തയ്യാറാകുമോ? അത്രയും കാലം പ്രാർത്ഥിച്ചൊരു കുട്ടി ഉണ്ടായിട്ട് ആ ചെറിയ കുട്ടിയെയും ഭാര്യയെയും ആരുമില്ലാത്ത ആ താഴ്വരയെ പറ്റി പറയണട്ടെ. ജനങ്ങളിൽ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ളമില്ല, ഭക്ഷണമില്ല, സസ്യങ്ങളില്ല. അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഭാര്യയെയും മകനെയും കൊണ്ടാക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്ന് നമ്മൾ തയ്യാറാക്കുമോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബിഹാസിനൻ, ദുഃഖിതനായി മടങ്ങുമ്പോ ഹാജറ ബീവി വിളിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം അയ്ന തദ്ഹബു വതതറക്നാ ഫീ ഹദൽ വാദി. ആരുമില്ലാത്ത താഴ്വരയിൽ ഞങ്ങൾ ആക്കി എവിടേക്കാ താങ്കൾ പോകുന്നത്? ഫലം യൽതഫിത് ലഹാ, അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സങ്കടം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ തിരിഞ്ഞു പോയി. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ താങ്കൾ ചെയ്യുന്നത്? അതെ എന്ന മറുപടി കൊടുത്തപ്പോൾ ഹാജറ ബീവിക്ക് സമാധാനമായി. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുക മാത്രമല്ല, ഹാജറ ബീവിയും പരമേൽപ്പിക്കുന്നത് അല്ലാഹുവിലാണ്. ഈ ഒരു സ്ഥലത്ത് എന്നെയും എന്റെ മകനെയും സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്. സഫാ മർവയിലൂടെ ഓടി ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് അവസാനം പ്രതീക്ഷയുടെ റിസൾട്ട് ആയിക്കൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ച് ചിറകുകൾ കൊണ്ട് മാന്തി അവിടെ വെള്ളം പൊട്ടി വന്നു. ഒരിക്കലും വറ്റിത്തീരാത്ത, ഖിയാമത്ത് നാൾ വരെ വറ്റാത്ത സംസം എന്ന് പറയുന്ന ഒരു ഉറവ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന ഒരു തവക്കുലിന്റെ ഭാഗമായി അല്ലാഹു അവർക്ക് നൽകിയ ഒന്നാണത്. നമ്മളതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്തെന്നറിയോ? ഏത് സമയത്തും എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ ദൃഢമായ തവക്കുൽ നമ്മിലുണ്ടെങ്കിൽ, അല്ലാഹു ഏത് സമയത്തും സഹോദരങ്ങളെ നമ്മെ സംരക്ഷിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മിലുണ്ടാവും. അവിടെ ക്ഷമിക്കാനും സഹിക്കാനും അല്ലാഹുവിൽ വരമേൽപ്പിക്കാനും നമ്മൾ തയ്യാറാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആദ്യ പാഠം അതാണ്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ആദർശ രംഗത്ത് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ പ്രയാസം സഹിക്കേണ്ടി വന്നാൽ അവിടങ്ങളിൽ, ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ വന്നാൽ അവിടങ്ങളിൽ എല്ലാം ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന തവക്കുലോട് കൂടി ജീവിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ
ത്യാഗപൂർണമായ ജീവിതത്തെ കുറിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ആ പ്രവാചകനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം അല്ലദീ വഫ. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടും അതിലെല്ലാം ക്ഷമിച്ചു നിൽക്കാനും ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാനും ആ പ്രവാചകന് സാധ്യമായിട്ടുണ്ട്. ആരുമില്ലാത്ത ആ ഒരു മരുഭൂമിയിൽ വിട്ടേച്ച് വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് ചെല്ലുന്ന ഒരു കാഴ്ച. ജാഅ ഇബ്രാഹിം അലൈഹിസ്സലാം ലിയസൂറ ഇബ്നഹു ഇസ്മാഈൽ വസൗജതഹു ഹാജറ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹാജറ ബീവി തന്റെ ഭാര്യയെയും മകൻ ഇസ്മാഈലിനെയും കാണാൻ വേണ്ടി പോവുക. വറഅ ഇബ്രാഹിം അൽ-മകാന അല്ലതി ഹവ്വ ബിഹാ അസ്-സായിരീന അൽ-കസീരീൻ. അന്ന് പോയ സമയത്ത് വെള്ളമില്ല, ജനങ്ങളില്ല, ഒരു വാദി താഴ്വരയായിരുന്നു അത്. ഒരുപാട് സന്ദർശകരെ കൊണ്ട് നിറഞ്ഞ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് കാണാം. الذين يتوافدون من كل مكان لرؤية إسماعيل ولتبرك بماء زمزم. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കാണാനും കുഞ്ഞുമകനെ കാണാനും അതുപോലെ തന്നെ ആ സംസമിന്റെ ബറക്കത്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ വന്ന സന്ദർശകരെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. നമുക്കറിയാം ആ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന വരികയാ ഒരു മന്ദിരം പണിയാണ്. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തുയർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ആ സമയത്ത് അവർ പടുത്തുയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. എന്നിട്ട് റബ്ബിന്റെ കൽപ്പന വന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം ഈ ജനങ്ങളെ ഹജ്ജിന് ക്ഷണിക്കണം. യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിദൂരമായ സകല മലമ്പാതകൾ താണ്ടിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് നടന്നുകൊണ്ടുമൊക്കെ ആളുകൾ ഹജ്ജിന് ഈ മന്ദിരത്തിലേക്ക് വരും. ആ വിളിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഹജ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് പോകാനിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുഖേന നമുക്ക് ലഭിച്ച ഒരു ഹജ്ജ് എന്ന കർമ്മം, ഉദ്ഹിയ്യത്ത് എന്ന വലിയ കർമ്മം, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ പരീക്ഷണത്തിന്റെ കൂടെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലമ്മാ ബലഗ മഅഹു അസ്സഅയ. ആ കുട്ടി ഓടി നടക്കുന്ന പ്രായമായപ്പോ, നേരത്തെ പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ആ കുട്ടി ഓടി നടക്കുന്ന പ്രായമായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമകനോട് പറയുന്നുണ്ട്, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ. അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. എന്താണ് നിന്റെ അഭിപ്രായം? നേരത്തെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സങ്കല്പിക്കാം. അതിലൊക്കെ വിജയിച്ച് വീണ്ടും അല്ലാഹു പരീക്ഷണം കൊടുക്കണം, ആ മകനെ അറുക്കാൻ നമ്മൾ തയ്യാറാകുമോ? ഫൻദുർ മാദാ തറ എന്ന് മകനോട് ചോദിക്കുക, എന്താണ് നിന്റെ അഭിപ്രായം? ഖാല യാ അബതി ഫഅൽ മാ തുഅമർ. എന്താണോ റബ്ബ് താങ്കളോട് കൽപ്പിച്ചത് അപ്രകാരം താങ്കൾ നിർവഹിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ. ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ക്ഷമിച്ചുകൊള്ളാം. എന്താണോ റബ്ബ് താങ്കളോട് കൽപ്പിച്ചത് താങ്കൾ അത് പ്രാവർത്തികമാക്കുക. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അറുക്കാൻ വേണ്ടി ചരിച്ചു കിടത്തിയപ്പോ വനാദൈനാഹു യാ ഇബ്രാഹിം, വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅയ. താങ്കൾ സ്വപ്നത്തെ നിറവേറ്റിയിട്ടുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദിബിൻ അദീം. അതിന് പകരമായി ബലിയർപ്പിക്കാനായി അല്ലാഹു മൃഗത്തെ കൊടുത്തു.
ആ ചരിത്രം നോക്കൂ നിങ്ങൾ. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുകയാണ്. ഇബ്രാഹിം അല്ലദീ വഫ എന്ന ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരുപാട് 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 പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയപ്പോഴും അവിടങ്ങളിലെല്ലാം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിച്ചു, ആ കരാറുകൾ നിറവേറ്റി. അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണകൾ ഓർക്കേണ്ട നാളുകൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ദിവസങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഏതേത് സമയങ്ങളിലും മരണം വരെ ഇബ്രാഹിമിയ മില്ലത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. അതിലൊന്ന്, നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബത്തോട് നമ്മൾ തൗഹീദ് പറയുന്നവരാകണം. വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. അപ്പൊ നമ്മൾ പറയും, ഞാൻ എവിടെ പോയാലും കിടന്നുറങ്ങാം, എവിടെ പോയാലും താമസിക്കാം. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഒരു മാനദണ്ഡം അംഗീകരിച്ചിട്ടില്ല. പിതാവ് പറഞ്ഞില്ല, എന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കും. അതാണ് അട്ടിയോടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നിർത്തിയോ? ഇബ്രാഹിം അലൈഹിസ്സലാം നിർത്തിയില്ല. വെക്കുകയാണെന്ന് ചോദിച്ചപ്പോ പേടിച്ചുകൊണ്ട് പ്രബോധനം അവസാനിപ്പിച്ചില്ല, വീണ്ടും സമൂഹത്തോട് പ്രബോധനം ചെയ്തു. അപ്പോഴാ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടത്. എന്നാലും നിങ്ങൾ തീകുണ്ടാരത്തിലേക്ക് എറിയെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞോ? ഇല്ല, അതിലേക്ക് എറിയപ്പെടാനും അദ്ദേഹം റെഡിയായി. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ എന്ന തവക്കുൽ കാരണം അല്ലാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു ആ ഒരു പ്രയാസത്തിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന്. അതുപോലെ തന്നെ മക്കളില്ലാതെ, മക്കൾ ഉണ്ടായതിനു ശേഷം വാദിയിലേക്ക് കൊണ്ടാക്കണമെന്ന കൽപ്പന, അറുക്കാനുള്ള കൽപ്പന, അങ്ങനെ പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിൽ നിന്ന് നമ്മൾ ഉൾക്കേണ്ട രണ്ട് ഗുണപാഠം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ തവക്കുൽ, പരിപൂർണമായിട്ട് അല്ലാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് ഒക്കെ നടക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏകദേശം ഒരു 60-70% ആളുകളും അല്ലാഹു അല്ലാത്തവരിൽ ബലമേൽപ്പിക്കുന്ന ആളുകളാണ്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറയും. അതാണ് ഖുർആൻ പറഞ്ഞത്, അധികം ആളുകളും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. തൊപ്പി വെച്ചിട്ടുണ്ടാകും, താടി ഉണ്ടാകും, നാമ മുസ്ലിം ആയിരിക്കും, അല്ലാഹു രക്ഷിതാവാണെന്ന് പറയും, അനുഗ്രഹങ്ങൾ നൽകിയത് സൃഷ്ടിച്ചതൊക്കെ റബ്ബാണ്. പക്ഷെ ആ റബ്ബിന്റെ കൂടെ മറ്റുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, അവരോട് സഹായം തേടുന്നവരും, അവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നവരും, അവരോട് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകളുമായിരിക്കും. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിൽ ആളുകൾ ശിർക്ക് ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കൂല. അത് പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ ആ വാക്യം പ്രത്യേകം പറഞ്ഞത്, അധികം ആളുകളും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് സമയത്തും ഹസ്ബി അല്ലാഹ്, അല്ലാഹുവിൽ വരമേൽപ്പിക്കാനുള്ള പരിപൂർണ തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷമിച്ച പോലെ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ ഹജ്ജിലേക്ക് തിരിച്ചു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അവരുടെ ആഗ്രഹമാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. ആഗ്രഹം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ എത്താനും ഹജ്ജും ഉംറയും നല്ല പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കാനും അതെല്ലാം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒരുപാട് പേര് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടം മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين
وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.